السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله سبحانه وتعالى ഞങ്ങളെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങളെ വേദിക്ക് എത്രയും പെട്ടെന്ന് പണ്ട് ഒരല്പനേരം മാത്രം ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ദൂരെയുള്ള ആൾമാർ പുറത്തുള്ളാറുണ്ടായെങ്കിൽ ഞങ്ങളെ സദസ്സിൽ വന്നിട്ട് വെക്കാം. അൽഹംദുലില്ലാഹ് SSF ബദ്രിയ ചിക്കമകളൂർ സംഘടിപ്പിച്ച് 3 നാളത്തെ പ്രോഗ്രാമുടെ സമാരോപ വേദിക്കലാണ് നിങ്ങളുള്ളത്. അള്ളാഹുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ റായത്തോ പ്രിയപ്പെട്ട ബാലക്കാർ, റായത്തെ ഹിരിയ ആൾമാർ, സഹോദരിമാർ എല്ലാരെയും അകമഴിഞ്ഞ സഹായവും സപ്പോർട്ടും ഉണ്ടായപ്പോൾ നല്ല ഒരു ആധ്യാത്മിക പ്രോഗ്രാമും ഇൽമു കൊടുക്കണമെങ്കിൽ നല്ല മജ്‌ലിസ് ഈ റായത്ത് സംഘടിപ്പിക്കപ്പെടുക ഇത്തിഞ്ചുള്ളത് അതൊരു വലിയ നസീബാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഫേറൂർ ഉസ്താദ് സുബൈഡ് പിടിച്ച് മൊയിൻ തോള ഫോണിന്ന് കണ്ട തോള ഈ റായത്തെ ഇന്തിഞ്ചുള്ളത് പിന്നൊരു അനുഗ്രഹമാണ്. അത്ര സുലാഭത്തെന്തും പെട്ടെന്ന് കിട്ടാത്തങ്കെത്ത മഹാന്മാർ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കിട്ടിയത് വലിയ തൗഫീഖാണ്. അല്ലാഹു അൻക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലെ സത്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആൾമാരാണ് ഞങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കടത്തിങ്കെത്ത ദൂതരാണ്, പ്രവാചകരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് ചൊല്ലെങ്കെത്ത ആൾമാരാണ് ഞങ്ങൾ. പ്രിയപ്പെട്ട ബാലക്കാർ, സഹോദരിമാർ, ന്യൂ ജനറേഷൻ യങ് ആൾമാർ ആൽച്ചനാക്കുണായെങ്കെത്തെ മനസ്സിലാക്കുണായെങ്കെത്തെ ചില വിഷയങ്ങളാണ് നെനപ്പാക്കിക്കൊണ്ടുള്ളത്. പുതിയ കാലത്ത് വിശ്വാസം താളം തപ്പിക്കൊണ്ടുണ്ട് അഥവാ ദൈവവിശ്വാസത്തിൽ നിന്ന് ആൾമാർ പുറത്തുപോയോണ്ടുള്ളാറ്. പുതിയ പുതിയ ശരീരത്ത് തടിക്ക് ബ്രേക്ക് ഇടുക തീറ, നന്റെ തടി നന്റേതാണ്, അതിൽ എന്തിനു വേണം കാക്ക നന്റെ ചോയ്സാണ്. അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യത്വം നശിപ്പിക്കണമെങ്കത്തെ എല്ലാ കൾച്ചറും നശിപ്പിക്കണമെങ്കത്തെ ഏതോ കാർഗത്തല യുഗത്തുകാണ് ലോകത്തെ ആൾമാർ ബലിച്ചു പോയോണ്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങ് ചൊല്ലേത് ഇതൊരു പുരോഗതിയാണ്, അഭിവൃദ്ധിയാണ്. ഒരിക്കലും അത് അഭിവൃദ്ധിയല്ല. ഡാർക്ക് ഏജ് 6ನೇ ശതമാനത്തെ ಬಗ್ಗೆ ഞങ്ങൾ ചൊല്ലല്ലേ, അതുണ്ട് അതിരാട്ടി ഉഷാറിൽ അത്യാധുനിക യുഗത്തിൽ ഞങ്ങൾ കണ്ടോണ്ടുള്ള യഥാർത്ഥത്തിൽ ചിമ്മയുടെ യുഗം ഇതായി മാറിയോണ്ടുണ്ട്. ഒരു സംസ്കാരവുമില്ല. പൂർവകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ ഓരോ നബിമാര കാലത്ത് ഓരോ ദുസ്വഭാവങ്ങളിന്ത് ദുരന്തങ്ങളിന്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു കടത്തിയത് സവർഗഭോഗം നടത്തിക്കൊണ്ടിരുന്നെങ്കത്തെ നികൃഷ്ടരായ ഒരു ജനാംഗത്തെ സമാക്കുകവേനായിട്ടാണ്. അങ്ങളെ ಬಗ್ಗೆ ചൊന്ന മാസബക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ അതുവരെ അങ്ങനത്തെ ഒരു ചരിത്രം ലോകത്ത് പരിചയമേ ഇല്ലെന്ന് ഗേ സമ്പ്രദായം അണ്ടുവരെ പരിചയമില്ലാത്ത പുതിയത് ഒന്നങ്ങ് ഉണ്ടാക്കിയാറ്. അങ്ങ് ഷാപ്പാണ് ഖുർആനിലൂടെ കൊടുത്തോണ്ടുള്ളത്. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമുടെ കൗമുടെ ഒരു ദുസ്വഭാവം അതാണ്. അതിനെ സമാക്കുകയാണ് ആ മഹാൻ ബന്ധര്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട് ആ സമൂഹത്തെ സമാക്കൂ ബന്ധര് എങ്ങനെയാൻ ചൊന്നെങ്കിൽ അങ്ങ് ആർത്ഥികമായ വഞ്ചനാക്കിക്കൊണ്ടിരുന്നാറ്, അളത്ത തൂക്കത്തിൽ യാറകൊറടിയാക്കിക്കൊണ്ടിരുന്നാറ്, തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നാറ്, സാമ്പത്തികമായ വഞ്ചനകൾ ആക്കിക്കൊണ്ടിരുന്നാറ്, അനധികൃതമായി പൈസ സമ്പാദനാക്കിക്കൊണ്ടിരുന്നാറ്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, വൈലുൽ ലിൽ മുതഫിഫീൻ
الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. അളത്ത തൂക്കത്തിൽ യാറകൊരടിയാക്കണമെങ്കിൽ ആൾമാർക്ക് വൈലും ചൊല്ല നരകമുണ്ടു. ആൾമാർക്ക് അളന്നു കൊടുക്കുമ്പോ കൊറടിയാക്കിട്ട് കൊടുക്കാറ്, അഡ്ജസ്റ്റ്മെന്റ് ആക്കിടാറ്. അങ്ങനെ തിറാസിൽ അഡ്ജസ്റ്റ്മെന്റ് ആക്കി വെച്ചിരിക്കാറ്. 1 kg കൊടുക്കാനുണ്ടായെങ്കിൽ 800 പോണ്ടേ. അങ്ങനെ സാമ്പത്തിക രംഗത്തിൽ വലിയ അക്രമമാക്കണമെങ്കിൽ ആൾമാറുള്ള. അതേ സമയത്ത് പുറത്തുള്ള ആൾമാരെ മുട്ടത്തെ അങ്ങ് അളന്നിട്ടെടുക്കാറുണ്ടായെങ്കിൽ അങ്ങ് പൂർത്തിയാക്കി എടുക്കാറ്. ഇതാണ് അങ്ങനെ ദുർഗുണം. അങ്ങനെ സമാക്കൂബനായിട്ടാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ഹൂദ് നബി അലൈഹി സ്വലാം, സാലിഹ് നബി അലൈഹി സ്വലാമുടെ കൗമ വലിയ അഹങ്കാരിയായിട്ടിന്നാറ്. വലിയ വലിയ സൗദങ്ങൾ നിർമ്മാണാക്കണമെങ്കിൽ ആൾമാരായിട്ടിന്നാറ്. റോഡിൽ പോണ്ട ആൾമാർ ഇൻസൾട്ട് ആക്കണമെങ്കിൽ, പരിഹാസ്യമാക്കണമെങ്കിൽ ആൾമാർ. അപ്പൊ ചൊന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയെങ്കിൽ സമൂഹം ഓരോ സമൂഹത്തിൽ ഓരോ ദുർഗുണുണ്ടായെങ്കിൽ ആധുനിക ലോകത്ത് നിങ്ങൾ നോക്കുമ്പോ ഈ എല്ലാ ദുർഗുണങ്ങളും ഒരു സമൂഹത്തിൽ അഭിവൃദ്ധി ആൾമാറും ചൊല്ലെങ്കിൽ ആൾമാറിൽ ഇതെല്ലാം കണ്ടുകൊണ്ടുണ്ട്. ഇവിടെയെല്ലാം ദൈവനിഷേധത്തിൽ ആൾമാർ പോയോണ്ടുള്ളാറ്. ദൈവനിഷേധത്തിലാണ് ആൾമാർ പോയോണ്ടുള്ളത്. ഈ അടുത്തൊരു കണക്ക് ഒരാൾ വായിച്ചു. അതിൽ അദർബൈജാന്റെ ಬಗ್ಗೆ ചൊല്ലേ, അത് മുസ്ലിം രാഷ്ട്രമാണ്. 97% മുസ്ലിമീങ്ങളുള്ള രാഷ്ട്ര. അപ്പൊ അവിടെ 3% ക്രിസ്ത്യാനികളുള്ളത്. അപ്പൊ 100% വർദ്ധിച്ചല്ലേ. ഇനി 1% അപ്പുറീക്കോതീറ. അതേ സമയത്ത് 61% നിരീശ്വരവാദികളുള്ള നാസ്തികരു. അതെങ്ങനെ ആയിട്ടിരിക്കും? അർത്ഥമാണോ നിങ്ങൾക്ക് ചെല്ലത്? നല്ല പഠിച്ച ബാലക്കാരിലുള്ളവരല്ലേ. എപ്പ 97% മുസ്ലിമീങ്ങൾ, 100% ക്രിസ്ത്യാനികൾ, 100% എടുക്കടെ തീന്തവിടെ. പക്ഷെ തീരില്ല. 61% യുക്തിവാദികളുള്ളാറ്, നിരീശ്വരവാദികൾ. അതെങ്ങനെ? ശേഖരത്തെ കുറച്ചപ്പുറം നീട്ടിട്ട് കണ്ടല്ലേ പുതിയ കണക്ക്. അങ്ങനെ ഉണ്ടാ? അങ്ങനെ പല രാഷ്ട്രത്തിൽ, ബ്രിട്ടനിൽ എന്താണ് ക്രിസ്ത്യാനിയാരോ ഉള്ളാറ്. പക്ഷെ ശേഖര കണക്കാക്കി നോക്കുമ്പോ 10 പോയോണ്ടുണ്ട്, 130, 140 ആയോണ്ടുണ്ട്. അതെങ്ങനെ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 97% മുസ്ലിമീങ്ങാൻ ചെല്ലുമ്പമേ അത് ആധാറിൽ കാർഡിൽ മാത്രമാണ് മുസ്ലിം, ഐഡിയിൽ മാത്രമാണ് മുസ്ലിം. അവന്റെ ഉൾഗ ദൈവവിശ്വാസമില്ല, അത് എടുക്കപ്പെട്ടു. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ദുരന്താണ് നിന്റെ ശരീരത്തിൽ ബ്രേക്ക് രോഗ തീറ. അത് ആണും ചൊല്ലത് അതാണ്, പെണ്ണും ചൊല്ലത് അതാണ്. നക്കെങ്ങനെ വേണു അങ്ങനെ നടക്കണോ. ഇത് മനുഷ്യരെ അധപ്പതനത്ത് കാണിത്തോട്ടെ. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചെല്ലങ്കത്തെ ഏകദൈവ സിദ്ധാന്തത്തെ പ്രസക്തി നങ്ങ പഠിക്കുകൊള്ളെ, ഒന്നുകൂടി വായിക്കുകൊള്ളെ. അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ല. നിന്റെ ചലന നിശ്ചലനങ്ങൾ കാണെങ്കത്തൊ റബ്ബുള്ളാൻ ചൊല്ലെങ്കത്തെ ചിന്ത വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊന്നുവയങ്ങമയ്യാവല. ഒരു നാൾ 7000 ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊന്നെങ്ങമയ്യാവല, കൂലി കിട്ടുവായില്ല, വേറെ വിഷയ. പക്ഷേ അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ല. ഈ പ്രപഞ്ചത്തെ പിറകത്തെ ഒരു ദൈവമുള്ളാൻ ചൊല്ലെങ്കത്തെ വിശ്വാസം പഠിച്ചിട്ട് മനസ്സിലാക്കൂ എന്നെ കൊണ്ട് സാധ്യാവണു, ചിന്തിക്കൂ എന്നെ കൊണ്ട് സാധ്യാവണു. അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ല. അല്ലാഹു ഏകനാണ്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചെങ്കത്തെ ഒരാളുള്ള. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. തബാറക സൂറത്തിൽ നിങ്ങൾ ഓതുക. ഇതെല്ലാം പടച്ചവനു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവന് നിന്റെ നോക്കിക്കൊണ്ടുള്ള ഓരോ സെക്കൻഡിലും നോക്കിക്കൊണ്ടുള്ള CC ക്യാമറ കാണുമ്പോൾ നിനക്ക് പേടിയാവൂ. അതിനെതിരിൽ ഞാൻ വലിയ മാന്യനായിട്ട് നിൽക്കടെ, CCയുടെ പുറത്തു പോയെങ്കിൽ ഞാൻ തപ്പാക്കടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്കിൽ ഒരു CCയും എത്താത്തവിടെ അള്ളാഹുടെ കണ്ണെത്തിറ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകൊണ്ട് കട്ടു നോക്കുന്നതും ഹൃദയത്തെ ഉൾഗ യന്ത്ര മറച്ചു വെച്ചാരെങ്കിലും നിങ്ങളെ ഉൾഗ യന്ത്രമുണ്ടു, നിന്റെ ഹൃദയത്തെ ഉൾഗ യന്ത്രമുണ്ടു. ഈ സമയത്ത് വരെ പഠിച്ചോണത് കൊണ്ടായോണ്ടിക്കട്. അങ്ങനെ ത്രികാല ജ്ഞാനിയായ അവനുക്ക് ഭൂതകാലാണ്ടില്ല, വർത്തമാനാലിണ്ടില്ല, ഫ്യൂച്ചർ ഉണ്ടില്ല, എല്ലാം അവനുക്ക് സമാൻ. അങ്ങനത്തെ ഒരു റബ്ബ് നിന്റെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആ റബ്ബുടെ വക അറിയണു. ഈ ഒരു സന്ദേശം ചൊല്ലുകവേനായിട്ടാണ് അമ്പിയാക്കന്മാർ വന്നത്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനും നിന്റെ
മുന്നിൽ കഴിഞ്ഞുപോയെങ്കത്തെ നബിമാർ ചൊന്നതിൽ ഏറ്റവും മഹത്വമായ പലക്കേതിന് കേട്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ലാൻ ചൊല്ലെങ്കത്തെ സത്യം ആ അല്ലാഹുടെ കണ്ടെത്തുക എന്നെ കൊണ്ട് സാധ്യമാവണോ. ഇന്നലെ ജാവത്തെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുവാറ് പേരോട് ഉസ്താദരെ പഠിച്ചോണ്ടേ അത്ഭുതകരമായ കഴിയുടെ ಬಗ್ಗೆ ചൊല്ലെങ്കത്തെ പ്രസംഗാണ്. ഇതെല്ലാം തന്നെങ്കത്തെ ഒരു റബ്ബുള്ളാൻ ചൊല്ല വിശ്വാസത്ത് കാണുന്നാൻ എത്തനായി. ഇതെല്ലാം ഇന്നിട്ടും പഠിച്ചോണില്ല, റബ്ബില്ല, എന്നെ നിയന്ത്രിക്കുക ആളില്ല എന്ന് ചൊന്നിട്ടു ബേക്കാ വിട്ടി ലോകത്ത് ജീവിക്കുള്ളെങ്കത്തെ ആളല്ല ഞാൻ. ഈ വിശ്വാസം നിന്റെ ഖൽബിൽ വേണു, ഉറച്ച വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ല. പ്രിയപ്പെട്ട SSF സഹോദരന്മാരെ, SSF പ്രോഗ്രാം നിങ്ങൾ നടത്തുമ്പോ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ മുമ്പോൾ ഞങ്ങളെ വേദിക്കുക വന്നുകൊണ്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നല്ല ആഫിയത്തും ദീർഘായുസ്സും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഞങ്ങളെ വേദിക്കുക എത്തിക്കൊണ്ടുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഞങ്ങളെ വേദിക്കുക എത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും ഇസ്സത്തും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തങ്ങൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ സന്തോഷമാണ് ഈ റായത്താൽമാർക്ക്. ഇന്നലെ ശൈഖുന പേരോട് ഉസ്താദ് പ്രസംഗിച്ചു പോയ വേദിക്കയിൽ അഹ്ലുബൈത്തിലെ അഗ്രഗണ്യനായ നേതാവ് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ എത്തിയത് വലിയ സന്തോഷം. അല്ലാഹു തങ്ങൾ ഇനിയും വലിയ ആഫിയത്തും സന്തോഷവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് ഒരു തെല്ല് നേരെ ചൊല്ലുക തങ്ങ ചെന്നതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചെന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക അർഹനില്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ്. ആ അല്ലാഹുടെ കണ്ടെത്തുക നിന്നെ കൊണ്ട് സാധ്യമാവണോ. നിന്റെ എല്ലാ ഹർക്കാത്ത് സക്കനാത്തുകൾ വീക്ഷിക്കടങ്കത്തെ അറിടങ്കത്തെ റബ്ബുള്ളാൻ ചൊല്ല ബോധം ഏത് സമയത്തും ഒരു മനുഷ്യരുടെ മനസ്സിൽ വേണുണ്ടാണ്. അല്ലാഹുടെ കണ്ടെത്തുള്ള വഴികൾ എന്തെല്ലാമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുടെ എങ്ങനെയാണ് നമുക്ക് ഒന്നാവിടെ അല്ലാഹു ഉണ്ടൂൻ ചൊന്നറ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതെല്ലാം ചൊന്നറ. ഒരു കാര്യം അറിയൂ, വ്യത്യസ്തമായ 2-3 മാനദണ്ഡങ്ങൾ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട. ശർഹുൽ അഖായിദ് ചൊല്ല കിതാബുണ്ട്, വിശ്വാസങ്ങൾ പഠിപ്പാട്ട കിതാബ്. അതിൽ ചിലപ്പോ ഒരു കാര്യം അറിയണുണ്ടായെങ്കിൽ അൽ ഖബറു സ്വാദിഖ്, സത്യസന്ധമായ വാർത്ത കുറെ ആൾമാർ ചൊന്നുകൊണ്ടുള്ളാറ് ഒരു വിഷയം. അപ്പനാണത് നമ്മുടെ അമേരിക്ക ഉണ്ടൂൻ കുറെ ആൾമാർ ചൊന്നുകൊണ്ടുള്ളാറ്, എല്ലാവരും ചൊന്നുകൊണ്ടുള്ളാറ്. ഈ അടുത്തവിടെ ഇലക്ഷൻ നടന്ന് അങ്ങനെ ഇങ്ങനെ ഞാൻ അമേരിക്കത്ത് പോയിട്ടില്ലേ, പക്ഷെ ഞാനത് നമ്പിയ എല്ലാവരും ചൊന്നുകൊണ്ടുള്ളാറല്ലേ. ദുബായിക്ക് പോവാത്ത ആൾമാരിക്കുവാറ്, പോയ ആൾമാരിക്കുവാറ്. പോവാത്ത ആൾമാരൊട്ടിയെ ചൊല്ല ദുബായ് ഉണ്ടൂ. ഈ റായത്ത് എത്ര ആൾമാരാണ് ദുബായിക്ക് പോയിട്ട് പണിയെടുത്തോണ്ടുള്ളേ, നക്കത് നിഷേധിക്കുകയാവില്ലേ. ഒരു നാൾ ബാംഗ്ലൂരിലെ എത്ര ഫ്ലൈറ്റ് ആണ് ദുബായിക്ക് പോയോണ്ടുള്ളേ, മൈക്കാലത്ത് എത്ര ഫ്ലൈറ്റ് ആണ് പോയോണ്ടുള്ളേ. അപ്പൊ ഞാൻ നിന്നിട്ട് ഇവിടെ ദുബായില്ല നിഷേധിച്ചെങ്കിൽ അത് കർത്തമുണ്ടാ ഇല്ല. സത്യസന്ധമായ വാർത്ത കുറെ ആൾമാർ ചൊന്നുകൊണ്ടുള്ളാറ്. അങ്ങനെ അത് ഉണ്ടും ഞാൻ വിശ്വസിച്ച 1-2 ഉദാഹരണങ്ങൾ അങ്ങനെ പലതും. അതൊരു വഴിയാണ്, ഒരു കാര്യം അറിയുകയുള്ള തെരുവാണ്. പക്ഷെ അള്ളാഹുടെ അങ്ങനെ മനസ്സിലാക്കിയ മയ്യാവാ കുറെ ആൾമാർ ചൊന്നുകൊണ്ടുള്ളാറ് ദേവരുണ്ടു. അങ്ങനെ ഞാൻ അങ്ങനെ നമ്പിയങ്കാവാ അതാവലെ. പിന്നെ പഠിച്ചുകൊണ്ട് അറിയുകയുള്ള തെറിവെന്താണ്, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുകയുള്ള മാനദണ്ഡം എന്തിനാണ് കേട്ടെങ്കിൽ അൽ ഹസ്സാസ്, പഞ്ചേന്ദ്രിയങ്ങൾ.
ഇന്ദ്രിയ ജ്ഞാനങ്ങളുണ്ട്. കണ്ണുകൊണ്ട് നോക്കിയിട്ടറിയുകയുള്ളൂ. തൊട്ടറിവുണ്ട്, മണത്തറിവുണ്ട്, കേട്ടറിവുണ്ട്, രുചിച്ചറിവുണ്ട്, ഇങ്ങനെ കണ്ടറിവുണ്ട്. 5 കാര്യങ്ങളെ കൊണ്ട് നമുക്ക് അറിയുകയുള്ളൂ. അപ്പൊ പടച്ചോന്റെ കണ്ടിട്ടറിയുക അവിടെ അള്ളാഹുടെ. വേറെ പല കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ. പടച്ചോന്റെ കേട്ടിട്ടറിയുക അവിടെ, മണത്തിട്ടറിയുക അവിടെ. ഇങ്ങനെ ഒന്നും ആവില്ലേ. അങ്ങനെ ഇല്ലാൻ ചൊന്നത് കൊണ്ട് പടച്ചോൻ ഇല്ലാൻ ചൊന്നെങ്കിൽ താൽമാരിന്നാറ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ ഇന്നാർ, യുക്തിവാദികൾ ഇന്നാർ. അങ്ങളൊട്ടിಗೆ സമരം നടത്തിയെങ്കിലത്തെ ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അൽ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഷാഫി ഇമാം ജനിക്കടെ അതേ നാളിലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താവുടെ. അബൂ ഹനീഫ ഇമാമുടെ ഭാഗ്യ ചൊല്ലേണ്ടായെങ്കിൽ വളരെ സന്തോഷമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. ബുദ്ധി കൊണ്ട് ആൾമാരെ സോപ്പാട്ടിയെങ്കെത്ത ആളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് വിശദീകരിക്കുള്ള ടൈമല്ല. അൽ ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബിൽ ഇമാം അബീ ഹനീഫത്ത് അൻ-നുഅ്മാൻ ചൊന്നിട്ടു ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബുണ്ട്. അതിൽ എത്രയാണ് അബൂ ഹനീഫ ഇമാമുടെ ബുദ്ധിയുടെ ഭാഗ്യ വിശദീകരിച്ചുകൊണ്ടുള്ളത്. മദീനത്തെ പള്ളിയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ ദർസ് എടുക്കുമ്പോ ഒരാൾ ഇങ്ങനെ കടന്നുകൊണ്ട്, ആ സമയത്ത് മാലിക് ഇമാം 6 ബന്ധങ്കും ദർസ് വിട്ടുകൊടുക്കില്ലേ, ആ സദസ്സപ്പറിപ്പറാവില്ലേ, ദർസ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോണ്ടു. പക്ഷെ അബൂ ഹനീഫ ഇമാം അല്ല, ഈ ബന്ധങ്കത്തെ ആള് നേരെ മാലിക് ഇമാമുടെ മുട്ട വന്നിട്ട് ദർസ് എന്തരമാ മുണ്ടിട്ട് പോണ്ടു. ശിഷ്യന്മാർക്ക് അത്ഭുതമാണ്, ഇങ്ങനെ ഒരു സംഭവം നടക്കലില്ലല്ലേ. മാലിക് ഇമാം ദർസ് എടുക്കുമ്പോ 6ഉം ഇടയിൽ കടന്നു വണ്ടില്ലല്ലേ. മാലിക് ഇമാം ശിഷ്യന്മാർ അത്ഭുതം മനസ്സിലാക്കിയിട്ട് കേക്കട്, ആ വന്നത് ആരുണ്ടെങ്കിൽ കൊന്തുണ്ടാ? ഇല്ല, കൊന്തില്ല. ആ വന്നത് അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ, വന്നത് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഏത് അബൂ ഹനീഫ കൊന്തുണ്ടാ? മദീനത്തെ പള്ളിയുടെ ഉൾകൊള്ളെങ്കത്തെ കുന്തങ്ങൾ, കുന്തത്തെ കാട്ടിയിട്ട് ചൊല്ലു, ഈ കുന്തം ബംഗാറിൻ ചൊന്നെങ്കിൽ അതിനെ സമർത്ഥിച്ച് കാട്ടുകൊള്ള ബുദ്ധിയുള്ളെങ്കത്തെ ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ബുദ്ധിയാണ്. അപ്പൊ ഞാൻ ചൊല്ലേ, ആ അബൂ ഹനീഫ ഇമാമുടെ കാലത്ത് കുറെ നാസ്തികന്മാരിന്നാർ, പല വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് ചെമ്മ ഉണ്ടു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അങ്ങനെ ഓർത്ത വന്നിട്ട് ചെന്ന ദേവരില്ല ചൊന്ന, ദൈവമില്ല. എത്ര സുലഭാണ്. നിഷേധിക്കുന്ന ആൾമാർക്ക് എല്ലാം സുലഭാണ്. കൂടെ സുന്നത്ത് ജമാഅത്ത് ആൾമാർക്ക്, സത്യത്തെ ആൾമാർക്ക് വിഷയങ്ങൾ സമർത്ഥിക്കുക കുറെ പണിയാണ്. തെളിവെല്ലാം ചൊല്ലുക നങ്ങാണ് അല്ലേ. ഞങ്ങളെല്ലാം ഉണ്ടുണ്ടാ ചൊല്ലേ, ഇല്ലാൻ ചൊല്ല ആൾമാർക്ക് ഒന്നേ നോ തീന്ത ഉണ്ട്, എന്തും ഇല്ല. എത്ര സുലഭമാണ്. ഒരു കാര്യം സമർത്ഥിക്കുക എത്ര പണിയുണ്ടു. കഴിഞ്ഞ റബീഉൽ അവ്വൽ ഞങ്ങളുടെ പള്ളിയിൽ 30 നാൾ ഞങ്ങൾ ക്ലാസ് എടുത്തു. സുബൈ നിസ്കരിച്ചിട്ട് 1 ഗಂಟೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്, മഹബ്ബത്താണ്. ചില ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുക തീരാ, മൗലിദ് ചൊല്ലുക തീരാ. ಅವನು ಒರೇ ಪಲಕ ಚೊಲ್ಲೋಗು ತೀರಾನ್ ಚೊನ್ನೊಟ್ಟು ഒരു പോക്കവನು. ഈ ക്ലാസ് കൊണ്ടെക്കാല വിഷയങ്ങൾ അവൻ പഠിക്കാലെ. ഞാൻ ചെന്ന് ഒരു കാര്യം നിഷേധിക്കുക ഒരു സെക്കൻഡും വേണ്ട. പക്ഷേ ഒരു കാര്യം പഠിക്കണുണ്ടായെങ്കിൽ 30 നാൾ ഭംഗ വന്ന് തെച്ചിട്ട് പഠിക്കണു. ആ പഠിക്കുക ആൾമാർ തയ്യാറില്ല. ഒറ്റയടിക്ക് അവൻ ചൊല്ല നോ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചൊല്ലു ദൈവമില്ല, ദേവരില്ല എന്ന് ചെന്നപ്പ അബൂ ഹനീഫ ഇമാം ചൊല്ലു ദൈവമുണ്ടു. അപ്പൊ ഇയാളെ ചോദ്യം, ദൈവമുണ്ടുണ്ടായെങ്കിൽ ദൈവത്തെ നിങ്ങൾ കണ്ടാറാണ് കേട്ടു. അതാണ് ഞാൻ ചൊന്നേ. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കുക പറ്റെങ്കത്തെ കൊല വിഷയങ്ങളുണ്ട്. പക്ഷെ ദൈവത്തെ മനസ്സിലാക്കുക അവിടെ, ദൈവത്തെ നിങ്ങൾ കണ്ടാറാണ് കേൾക്കുന്നത്. അപ്പൊ അബൂ ഹനീഫ ഇമാം ചൊല്ലു കണ്ടിട്ടില്ലേ, ദൈവത്തെ കണ്ടിട്ടില്ലേ, ദേവരെ നിങ്ങൾ നോക്കിടാറാ, പിന്നെ തൊട്ടാറാണ് കേൾക്കുന്നത്. തൊട്ടുട്ട്ലേ ഹൽ സമയത്തഹു, ദൈവത്തെ നിങ്ങൾ കേട്ടാറാ, ദേവർ മുണ്ടത് നിങ്ങൾ കേട്ടാറാ. അപ്പൊ ചൊല്ല അബൂ ഹനീഫ ഇമാം ഇല്ല. ഓ അങ്ങനമാ, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ദൈവത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവത്തെ നിങ്ങൾ മണത്തിട്ടില്ലേ. അതുകൊണ്ട് എന്താണ് റിസൾട്ട്? ഇന്നത്തെ ആധുനിക യുക്തിവാദി ചൊല്ലെങ്കത്തെ പലക്ക ബുദ്ധിയില്ലാത്ത യുക്തിവാദി എന്തൊരു ചൊല്ല ദൈവമേ ഇല്ല. എത്ര സുലഭൈത്ത്. അതുകൊണ്ട് ഒരു കാര്യം ഒണ്ടുണ്ടായെങ്കിൽ ഒന്നാ നിങ്ങൾ കാണണു, അല്ലെങ്കിൽ കേൾക്കണു, അല്ലെങ്കിൽ മണക്കണു, അല്ലെങ്കിൽ തൊടണു. ഇതെന്തും ഇല്ലാണ്ടായെങ്കിൽ ദൈവമില്ലാണ്ട് അവൻ ചെന്ന
ഞങ്ങളെ പോലത്തെ ആൾമാരെ മുട്ടാണ്ടായി ഞങ്ങൾ മേൽ നോക്കത്ത. ഇതാരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലേ? ലോകത്തങ്ങനെ കുറെ ബുദ്ധിമാന്മാർ കഴിഞ്ഞു പോയിടാറ്. അങ്ങനത്തെ ആൾമാരൊട്ടി ഇങ്ങനെ ബുദ്ധി കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും മറുപടി ചൊല്ലണേ. പല വിഷയങ്ങൾ ഞങ്ങൾ തെച്ചിട്ട് കേട്ടിട്ട് പഠിക്കണോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എപ്പോഴും ചൊല്ലേ, ഞങ്ങൾ വെറും പരിപാടി ആക്കടെങ്കിൽ ആൾമാർ മാത്രമാവൂ തീറ. ഒരു നാൾ പരിപാടിയിൽ നിന്നിട്ട് വിഷയം സമർത്ഥിക്കുകയും SSF ഇടവണു സാധ്യമാവണു. എന്റെ കഷ്ട വന്നിട്ട് തെല്ല വിഷയങ്ങൾ പഠിക്കണു. അങ്ങനെ ബുദ്ധി കൊണ്ട് ജവാബ് കൊടുത്തെങ്കിൽ കുറെ ആൾമാരുള്ള ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെ ഒരു ശിഷ്യനിന്ത് AP മുഹമ്മദ് മുസ്ലിയാർ ചൊന്നിട്ട് നവ്വറല്ലാഹു മർഖദ. ആ മഹാൻ വഫാത്തായി പോയിട്ട് അങ്ങനെ അയാൾ ഒരു പക്ക നിൽക്കുമ്പോ അയാളിലൊട്ടിക ഒരു ചോദ്യാണ്. എന്തൊരു ചോദ്യ? പെണ്ണ് പള്ളിക്ക് പറഞ്ഞു ചെല്ലാറ് നിസ്കാരത്ത് ജുമാ ജമാഅത്ത് പെണ്ണ് എവിടേക്ക് പറഞ്ഞു? നല്ല പേരോട് ഉസ്താദ് ചൊന്തല്ലേ. ആ പെണ്ണ് ജുമാ ജമാഅത്ത് പള്ളിക്ക് പറഞ്ഞു. അങ്ങനെ വാദാൻ. ഇത് ഭയങ്കര വാദം. പെണ്ണ് പള്ളിക്ക് പറഞ്ഞു ജുമാ ജമാഅത്ത് പെണ്ണിങ്ങളൊട്ടിയ ഭയങ്കര ഫിർസാണ്. ലോകത്തെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ഔത്രൂൽഗമേതിച്ച് നിസ്കരിക്കറൂൺ ചെല്ലുമ്പോ ഇണ്ടത്തെ കുറെ ആൾമാർക്ക് പെണ്ണിടെ പള്ളിക്ക് വിളിച്ച പിറകുള്ളെങ്കത്തെ തിരക്കാണ്. അതൊക്കെ അങ്ങനെ സമർത്ഥനാക്കി ഒരു തെളിവുമില്ല. ലാസ്റ്റ് പെണ്ണിടെ പള്ളിക്ക് വിളിച്ച പറഞ്ഞു. എന്താണ് തെളിവ്? എന്തു തെളിവില്ല. ഒരു ഗ്രൂപ്പിൽ ചർച്ച നടന്നുകൊണ്ടിരുന്നു ജമാഅത്ത് ഇസ്ലാമിന്റെ ആൾമാരാണ്. നണ്ട് അത് കേടാക്കിയാർ കുറെ മുന്നോൾ ഇപ്പൊ തർക്കാക്കൃതെല്ലാം നന്നിപ്പാട്ടില്ല. വാട്സാപ്പ് തർക്കങ്ങൾ സീറോ വേസ്റ്റ് ആണ്, വെറുതെ കാണാം. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അങ്ങ് ഇട്ടാറ് ഇന്ദിന ഖുതുബ ഇന്നങ്ങനത്തെ ആള് കന്നഡ ഭാഷയല്ലേ. അപ്പൊ ഞാൻ മെല്ലെ ഇട്ടെ ഇത് ഖുതുബ അല്ല, ഇത് ഭാഷണാണ്. അങ്ങനെ തുടങ്ങി ഒരു നാൾ ചർച്ച. അതെങ്ങനെ ഇതേ അല്ലാണ്ട് ഒരു മഖ്ലൂക്കും കന്നഡ ഭാഷയിൽ ഖുതുബ ഓതാൻ ചൊല്ലേക്ക് ഒരു അർദ്ധ ആയത്ത് കൊമ്പന്നില്ലേ? ഇല്ലല്ലേ. ഒരു അർദ്ധ ഹദീദ് കൊമ്പന്നില്ലേ? ലാസ്റ്റ് അങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട ആൾമാരെ ചൊന്നാറ് ഇന്നലെ തുടങ്ങിയതല്ല മൊയിലാറ് തെളിവ് കേക്കോ എന്തെങ്കിലും ഒന്ന് കൊടുക്കോറപ്പാണ്ട് അങ്ങനെ കേക്കോ തുടങ്ങിയാറ്. എന്നും വേണ്ടേ. അങ്ങനെ പെണ്ണിടെ പള്ളിക്ക് വിളിച്ച പറഞ്ഞു ചെന്നിട്ട് ഭയങ്കര വാദമായോണ്ടുണ്ടു. എന്ത് തെളിവും കിട്ടിയില്ല. അപ്പൊ അവസാനം എതിരിൽ നിന്ന് ഓർത്ത ചെന്നവല പെണ്ണിടെ പള്ളിക്ക് വിളിച്ച പറഞ്ഞു ചെന്നിട്ടു നിങ്ങ ഓതരങ്കത്തെ ഖുതുബത്തിലേ ഉണ്ടു. ഖുതുബ ഞങ്ങ വെള്ളിയാഴ്ച രണ്ട് ഉസ്താദ് ഖുതുബ ഓതുറല്ലേ. ഖുതുബ ഓതുമ്പോ ഹംദ് അൽഹംദുലില്ലാ ചെല്ലോ കഡായ, സലാത്ത് ചെല്ലോ കഡായ, അതുപോലെ ഒരു ആയത്ത് ഓതോ കഡായ, അതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അങ്ങനെ ഒരു ദുആ ഉണ്ടല്ലോ. ആ ദുആ ഓതില്ലെങ്കിൽ ഖുതുബ സമാവില്ലേ. അപ്പൊ ഓൻ എന്തിനു ചൊന്നെങ്കിൽ നിങ്ങളെ ഉസ്താദ് ഖുതുബ ഓതുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അതിന്റെ അർത്ഥം എന്തേ? മുഅ്മിനീങ്ങളായ ആണിങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണോ. വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളായ ആണിങ്ങൾക്ക് പുറത്തു കൊടുക്കണോ അല്ലേ. അത് മാത്രല്ലല്ലേ അപ്പുറത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുഅ്മിനത്തായ പെണ്ണിങ്ങക്കും പുറത്തു കൊടുക്കണു. വൽ മുസ്ലിമാത്ത് മുസ്ലിമത്തായ പെണ്ണിങ്ങക്കും പുറത്തു കൊടുക്കണു. അപ്പെങ്ക് ഖുതുബ ഓതുമ്പോ അവിടെ ആണിങ്ങ ഏതായാലും ഉള്ളാറ് ആണിങ്ങക്ക് ദ്വാർന്നു പെണ്ണിങ്ങക്കും ദ്വാർന്നുകൊണ്ടുണ്ടോ. അപ്പൊ പെണ്ണിങ് അവിടെ വേണുണ്ട് നിങ്ങളെ ഖുതുബത്തിലേ ഇല്ലേ? ഭയങ്കര ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഞാൻ കേൾക്കുമ്പോ? അപ്പൊ ഉസ്താദ് എന്തിനു ഒക്കെ ആവോ ഞങ്ങളെ ഖുതുബത്തിലെ പ്രൂഫ് ഉണ്ടല്ലേ. ശരി, ഒരു കാര്യം നീ കേൾക്കണോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ചൊന്നിട്ട് പോകുതീറ. അതിലപ്പുറം എന്തിനുണ്ടോ? അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ജീവിച്ചുള്ള ആൾമാർക്കും പുറത്തു കൊടുക്കണു. വൽ അംവാത്തി മരിച്ച ആൾമാർക്കും പുറത്തു കൊടുക്കണു. ഞങ്ങളുടെ ആയത്തല്ല വെള്ളിയാഴ്ച രണ്ട് ജുമാഅത്ത് വണ്ടേ ഹയാത്തുള്ളങ്ങ മാത്ര ബണ്ടവാറ നിങ്ങൾ ജുമാഅത്ത് പറയുമ്പോ കബറിലുള്ള മത്സ്യങ്ങളെയും വിളിച്ച പറഞ്ഞു. കാരണം മത്സ്യങ്ങളെയും വിളിച്ച പറഞ്ഞു. അതുകൊണ്ട് അവനങ്ങ് ഉത്തരം മുട്ടിയും പോയാ. അപ്പൊ ഞാൻ ചെല്ലേ അതേ നാണ്യത്തിൽ അങ്ങ് മറുപടി കൊടുത്തത് പിന്നെ എന്തും ചൊല്ലുകയില്ലേ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ഒട്ടിക്ക് ചെന്നുകൊണ്ടുള്ള ദൈവത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, തൊട്ടിട്ടില്ല, മണത്തിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് ചൊന്നപ്പ അബൂ ഹനീഫ ഇമാമിന്റെ അടുത്ത് നിക്ക് ബുദ്ധി ഉണ്ടാകട്ടെ, നിക്ക് ബുദ്ധി ഉണ്ടാ. പിന്നെ ബുദ്ധി എന്നിട്ടല്ലേ അത് കേട്ടോണ്ടുള്ളേ. ഇങ്ങമേ ചൊല്ലേ ഞങ്ങൾ യുക്തിവാദിങ്ങാണ്ടല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. അപ്പൊ ബുദ്ധി എന്നിട്ടല്ലേ കേട്ടോണ്ടുള്ളേ. ബുദ്ധി ഉണ്ടാ, ബുദ്ധി ഉണ്ടോ? നീ കണ്ടേന് കണ്ടേന് കേൾക്കുമ്പോ ചെന്ന് കണ്ടിട്ടില്ല ഇവിടെ ആറ് കണ്ടെങ്കിൽ കണ്ടിട്ട് ചൊല്ലണം. ബുദ്ധി കണ്ട ആൾമാർ അറിയുന്നു കണ്ടിട്ടില്ലേ, തൊട്ടേന് തൊട്ടിട്ടില്ലേ, മണത്തിരേ മണത്തിട്ടില്ലേ. ഓ അപ്പൊ മജ്നൂൻ ചെന്ന് നിക്ക് ബുദ്ധി ഇല്ലേ, നീ വിരാന്താണ്. ആ സമയത്തോണ്ട് വിരാന്തം ഇളകിയിട്ട് ഓൻ ചെന്ന നക്ക് വിരാന്തണ്ട നീ ചൊല്ലേ. എന്തരേ ആ നാണ് നിന്റെ വിരാന്താൻ ചൊന്നില്ല. നിന്റെ ഭാഷയിൽ നിക്ക് വിരാന്താണ്. എന്തുകൊണ്ടു ഉണ്ടുണ്ടായെങ്കിൽ കാണണു തൊടണു മണക്കണു ചൊല്ലത് നിന്റെ വാദാണ്.
അതുകൊണ്ട് നിക്ക് ബുദ്ധിയുണ്ട് ചൊല്ലത് മാത്രം കാണ്ടില്ല തൊടകാവില്ല മണക്കാവില്ല അതുകൊണ്ട് നിക്ക് ബുദ്ധിയില്ല ഫഅന്ത മജ്നൂൻ ചെന്നപ്പ അവൻ സത്യത്തേക്ക് മടങ്ങി പറഞ്ഞായി വന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ദൈവത്തെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കുകയാവില്ലേ. ദുബായിക്ക് പോയെങ്കത്തെ എല്ലാ ആൾമാരും ചൊന്നുകൊണ്ടുള്ളാറ് ദുബായ് ഉണ്ടു ചിക്കമംഗളൂരിൽ തെച്ചിട്ട് ഓർത്ത ചൊല്ല് ദുബായ് ഇല്ല ചൊന്നെ അവൻ പോയിട്ടേ ഇല്ലേ. അവൻ ദുബായ് വിട്ടിട്ട് ചിക്കമംഗളൂരിന്റെ ഭർത്തേ പോയിട്ടില്ലേ. അവൻ ചൊല്ല് ദുബായ് ഇല്ല ആര് എന്തൊരു ചൊന്നെങ്കിൽ ദുബായ് ഇല്ല ചൊന്നെങ്കിൽ ഓണുക സമയം ഇല്ലാണ്ടല്ലാണ്ട് ദുബായ് ഇല്ലാണ്ട് എങ്ങനെയാണ് ചൊല്ല്. ഒരു സാധനത്തെ ഞാൻ കാണാത്തത് കൊണ്ട് അത് ഇല്ലാണ്ട് ചൊല്ലുകാവില്ലേ. അപ്പൊ ഞാൻ ഈ ചൊന്നു വന്നത് ഇത് വിശാലമായ അധ്യായമാണ്. ഇവിടെ ചൊല്ലുകൂ സമർത്ഥിക്കുള്ള നേരയില്ല. അതൊക്കെ പറ്റിയെങ്കത്തെ ടൈമല്ല. ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളെ തെപ്പാട്ടിട്ടാണ് ചൊന്നുകൊണ്ടുള്ളത്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുടെ അറിയുകയുള്ള മാർഗം എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുകാവുള്ളേ. കണ്ണുകൊണ്ട് നിന്റെ റബ്ബിനെ കാണുകാവൂടാ. ഈ കണ്ണ് എന്ത് കാഴ്ചയാണുള്ളേ. നിങ്ങളെ കാണുന്നുണ്ടായെങ്കിൽ നക്ക് കണ്ണടി വെക്കണു. ഇടടുത്തെങ്കിൽ കാണില്ലേ. ചെറിയ ചെറിയ മക്കൾക്ക് കണ്ണടി വെക്കണമെങ്കത്തെ ടൈമാണ്. കണ്ണുക കാഴ്ചയില്ലേ. നിങ്ങൾക്ക് എന്ത് കാഴ്ചയാണുള്ളേ. നളറായത്തുള്ള ഏതെങ്കിലും ഒരു മൃഗ ഇണ്ടുവരെ കണ്ണാടി വെച്ചെങ്കത്തെ ചരിത്രമില്ലേ ഉണ്ടാ. ഞങ്ങൾ പറയുമ്പോ എത്ര പയ്യ ഉണ്ടു. ഏത് പയ്യും കണ്ണാട്ടി വെച്ചിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ വലിയ വിവരമുണ്ടോ ചൊന്നിട്ടു നടിക്കടെങ്കത്തെ നാണ് കണ്ണാടി വെച്ചിട്ടാണ് വണ്ടേ. ഒരു പയ്യും ഇണ്ടുവരെ ക്ലിനിക്കിന് മുന്നിൽ പോയി ക്യൂ നിന്നെങ്കത്തെ ചരിത്രമില്ലേ. ഒരു ഓപ്റ്റിക്കലിന്റെ മുന്നിലും പോയിട്ടില്ല. ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല. പിറകുവേനായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒലിമ്പോ നിങ്ങളുടെ ഉൾക ഒലിമ്പോ ആയിരട്ടോ ഹോസ്പിറ്റൽ സിയാറത്താക്കടങ്ങ. അതേ സമയത്ത് ഒരു പയ്യും ഇണ്ടുവരെ ഒരു ഹോസ്പിറ്റലിലും പിറകു പോയിട്ടില്ല. അപ്പോ പഞ്ചേന്ദ്രിയ ജ്ഞാനങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ് ശക്തിയുള്ളത്? കാണുക നിങ്ങൾക്ക് അവിടെ എന്ത് കാഴ്ചയാണ് നിങ്ങൾക്കുള്ളത്? കിലോമീറ്റർ അപ്പുറത്ത് സഞ്ചരിക്കണമെങ്കിൽ ഹദ്ദു രണഹദ്ദു. ആ രണഹദ്ദു കിലോമീറ്റർ ഇപ്പുറ ഭൂമിയിലുള്ളെങ്കിൽ കോളിന്റെ കുഞ്ഞിൽ അതൊക്കെ കാണുകയുള്ളൂ. ഓടി വന്നിട്ട് അത് എടുക്കട്. കടലിന്റെ ഉൾക ഉള്ളെങ്കത്തെ മീനിന്റെ അതൊക്കെ കാണുകയുള്ളൂ. അതേ കടലിന്റെ മേലിൽ ബോട്ടിൽ പോണ്ടെങ്കത്തെ മനുഷ്യക ആ മീനിന്റെ കാണ്ടില്ലേ. രണഹദ്ദു എത്രമോ കിലോമീറ്റർ ദൂരത്തെ മീനിന്റെ കണ്ടോണ്ടുണ്ടു. ആർക്കാണ് കാഴ്ചയുള്ളേ? മനുഷ്യക്ക് എന്ത് കാഴ്ചയാണുള്ളേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിന്റെ റബ്ബുടെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണേ? ആ റബ്ബുടെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കൂ എന്നെ കൊണ്ട് സാധ്യമല്ല. മണത്തിട്ട് മനസ്സിലാക്കൂ സാധ്യമാ? എന്ത് മണത്തറിവാണ് നമുക്കുള്ളേ. നല്ല സെന്റർ കൊം വന്നിട്ട് മൂക്കുടെ സൈഡിലെ വെച്ചെങ്കും ചെല്ലാറ് മണയില്ല. ഇതുക്ക് മണയില്ല. വേറെന്തെങ്കിലും കൊമ്പാണ്ട. മനുഷ്യരെ മൂക്കു മണയില്ല. ഭാര്യ കൊറോടിയാണ്. അതേ സമയത്ത് ഒരു കേസ് തെളിയിക്കണുണ്ടായെങ്കിൽ പോലീസ് നായടെയാണ് വിളിച്ചവണ്ടേ. അത് എന്ത് ഉഷാറിലാണ് തെളിയിക്കണേ. യാ റബ്ബി എന്തൊരു മണാണ്, എന്തൊരു ശക്തിയാണ് അതുക്കുള്ളേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേൾവി ശക്തി മനുഷ്യകൊണ്ടാ. കേൾവി ശക്തി ഉണ്ട് മുന്നോട്ട് തെല്ലെങ്കിൽ ഇന്റെ ആ വയർ വെച്ചിട്ടുണ്ടല്ലേ കാതര ശക്തിയെ പോയിട്ട് എന്തും ഇല്ല, ശക്തിയേ ഇല്ല. പിന്നെ ഈ ആയുധങ്ങളെല്ലാം എന്തല്ല ആലാത്തുകൾ, സൗണ്ട്, മൈക്സ്, ഇത് വരലോടുകൂടെ കാതര ശക്തിയെ പോയിട്ട്, ഈ ലൈറ്റുകൾ വരലോടുകൂടെ കണ്ണിടെ പവറെ പോയിട്ട് എന്ത് ശക്തിയാണ് മനുഷ്യനുള്ളേ? ഇല്ല. ഭൂകമ്പാവുമ്പോ നിങ്ങൾ നോക്കിടാറ, പ്രളയങ്ങളാവുമ്പോ നോക്കിടാറ, മനുഷ്യനാണ് അവിടെ മരിച്ചു പോണ്ടേ. അതേ സമയത്ത് കാടിലുള്ള ആനകൾ, റായത്തുള്ള മൃഗങ്ങൾ, എത്രമോ ദൂരത്തെ ഭൂമിയുടെ അടിയിൽ കിലോമീറ്റർ അപ്പുറത്തെ സൗണ്ട് ആവുന്നത് ഈ മൃഗത്ത് കൊണ്ടാവുള്ളൂ. ആ മൃഗങ്ങൾ അങ്ങ് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ മനുഷ്യൻ മരിച്ചു പോണ്ട. ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യക്ക് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് റബ്ബിനെ മനസ്സിലാക്കുകയാവില്ലേ. വിശാലമായ വിഷയമാണ് ഞാൻ ചുരുക്കിക്കൊണ്ടുള്ളേ. പക്ഷേ റബ്ബിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? അല്ലാഹു നമുക്ക് ഒരു അഖൽ തന്ന, ബുദ്ധി തന്ന, ആ ബുദ്ധി കൊണ്ട് അല്ലാഹുടെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ട് ചിന്തിച്ചിട്ട് റബ്ബുടെ വയ്ക്ക് മനസ്സിലാക്കൂ നമുക്ക് സാധ്യമാവണു. കണ്ണുകൊണ്ട് റബ്ബുടെ മനസ്സിലാക്കൂ സാധ്യയില്ലെങ്കിലും ഈ അടയാളങ്ങളെ കാണുമ്പോ ഖൽബ് കൊണ്ട് നമുക്ക് ചിന്തിക്കുകയുള്ളൂ, ആലോചനാക്കുകയുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ അഖൽ ഉള്ളത് മനുഷ്യകാണ്, ബുദ്ധിയുള്ളത് മനുഷ്യകാണ്. ആ ബുദ്ധിയെ അനാവശ്യത്തിന് വേനായിട്ട് ചെലവഴിക്കുക തീറ. ശരീരത്തിന്റെ അനാവശ്യമായ വികാരങ്ങൾക്ക് വേനായിട്ട് ചെലവാക്കുക തീറ. LGBT+ എന്തെല്ലാമാണുള്ളേ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇപ്പൊ ബർമ്മ നാനൊരു വോയിസ് കേട്ട് വന്നേ. പെണ്ണ് ഭയങ്കര സ്നേഹാണ്. മങ്ങിലായെങ്കത്തെ രണ്ട് പെണ്ണിങ്ങ ഭയങ്കര പ്രേമാണ്. കോർട്ടുകു പോലീസ് സ്റ്റേഷനിൽ കേസ് എത്തിയിട്ട് മാപ്പിള വേണ്ടാണ്ട ചെന്നുകൊണ്ടുള്ള എന്നൊക്കെ പെണ്ണെ ആവണോ? സുബ്ഹാനല്ലാഹ്, ലെസ്ബിയൻ സംസ്കാരം. പെണ്ണിടെ പ്രേമിക്കരുത് ആധുനിക കാലത്ത് ഏറ്റവും വലിയ ശാപ്പാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കാലത്ത് ആണ് ബന്ധപ്പെടുന്നെങ്കത്തെ സവർഗറത്തിണ്ടായെങ്കിൽ അത് അങ്ങ് അണ്ട് തുടങ്ങിയെങ്കത്തെ വിഷയാണ്. എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നികൃഷ്ടം പെണ്ണിടെ മങ്ങിലാവുടെങ്കത്തെ ദുരന്തത്ത് കാണുന്ന പോയോണ്ടുള്ളേ. ഓ, ആധുനിക കാലത്ത് നിങ്ങൾ വലിയ അഭിവൃദ്ധിയായിടാ. നമുക്ക് ആ
വിദ്യാഭ്യാസമുണ്ട്, ഈ വിദ്യാഭ്യാസമുണ്ട്, നോക്കൊരു വേണമെങ്കിൽ എഴുതി വെക്കൊരു. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോ ഞങ്ങളെ ആസുപാസർ മങ്ങിലത്തേക്ക് വിളിവണ്ട് എന്തിനെ കൊണ്ടുണ്ട ആര് കാണുമെങ്കില ഐസമ്മകും ഫാത്തിമ്മ കാണുമെങ്കില ആ മങ്ങിലത്തെ ഇൻവിറ്റേഷൻ ഞങ്ങളെ രായത്ത് വന്നോണ്ടുണ്ടു. ആധുനിക ലോകത്തെ മുസീബാത്തുകളാണ്. ഇത്രയും നല്ല അക്കൽ കൊടുത്തെങ്കത്തെ ബുദ്ധി കൊടുത്തെങ്കത്തെ മനുഷ്യൻ ആ ബുദ്ധിയെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഞാൻ നടപ്പാക്കിക്കൊണ്ടുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളത് മനുഷ്യനാണ്. മനുഷ്യരുടെ ഡെഫിനിഷൻ എന്തിനു കേട്ടെങ്കിൽ അൽ ഇൻസാൻ ഉണ്ടല്ല, അൽ ഇൻസാനു അൽ ഹയവാനുൻ നാതിഖ്. അവന് ബുദ്ധിയുള്ളെങ്കത്തെ ജീവിയാണ് മനുഷ്യൻ. മനുഷ്യക്ക് വലിയ ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയിലൂടെ ഏറ്റവും വലിയ ആനയുടെ മേലിൽ തെച്ചിട്ട് നിയന്ത്രിക്കുക ബീഡി പോലത്തെ മനുഷ്യക്ക് സാധ്യാവൂ. എന്തുകൊണ്ടാണ്? ആ ബുദ്ധിയെ അവൻ ഓർത്തനാക്കിയ. കാടിലുള്ള സിംഹത്തെ കണ്ടെങ്കിൽ ഒരു കാലത്ത് മനുഷ്യന്മാർ പേടിച്ചോടിക്കൊണ്ടിരുന്നാറ്. ഇണ്ട് ആ സിംഹത്തെ ബോണുടെ ഉൾകാക്കി ദപ്പാട്ടവും മനുഷ്യക്ക് സാധ്യാണ്. എന്തേ? അള്ളാഹു അവനക്ക് വലിയ അക്കൽ കൊടുത്ത ബുദ്ധി കൊടുത്ത താൻ ചെന്ന് വന്നോണ്ടുള്ളേ ആ ബുദ്ധി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു റായത്തൊരു കൊലയിത്തിന് വിചാരിക്കാം. കൊന്ന ആൾ ആരുണ്ട് കൊന്നില്ലേ എങ്കിൽ എന്താണ് ആക്കടെ? എല്ലാ പോലീസും ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാവരും പണ്ടാറ് തേടാറ്. കള്ളട കിട്ടിയോണ്ടില്ലേ അല്ലെങ്കിൽ കൊന്ന ആളെ കിട്ടിയോണ്ടില്ലേ അവസാനമായിട്ട് അങ്ങ് പോലീസ് നായടെ വിളിച്ചവണ്ടാറ് അല്ലേ? അത് സഡൻ കണ്ടുപിടിക്കരുത്. അത് അപ്പുറം ഓടറു ഇപ്പുറം ഓടറു നോക്കുമ്പോ അപ്പുറത്തൊരു കെരയിന്ത് ആ കെരടെ മുട്ടമേ അത് പോയോണ്ടുണ്ടു. പോലീസാ അല്ലാത്തവണ അതൊക്കെ മുങ്ങി നേക്കുമ്പോ നല്ല കത്തി കിട്ടു ഊൺ കൊന്നിട്ടു. ഈ കത്തിര കെരക്കാണ് ഇട്ട് പോയിടെ. ഈ കത്തിയിലൂടെ കേസ് തെളിയിക്കുക പോലീസുക്ക് സാധ്യമായിട്ട് അങ്ങനെ അയത്തിന് വിചാരിക്കാം. ആർക്കും പിടികിട്ടാത്തൊരു കേസാണ്. അങ്ങനെ ഈ കേസിനെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തെളിയിച്ചത് കൊണ്ട് നാളെ ഇതാ ഒരു വലിയ സന്മാന പരിപാടി സംഘടിപ്പിക്കാറ്. ആർക്കാണ് സന്മാനം? ഈ പോലീസുകാർ. ഞാൻ ആലോചനാക്കടെ പോലീസുകാർ സന്മാനാക്കണായി. ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പോലീസ് ഇത് കാട്ടിക്കൊടുത്തെങ്കത്തെ നായിടെ അവിടെ കണ്ടോണ്ടേയില്ലേ? തെളിയിച്ചെങ്കത്തെ പോലീസ് 1 ലക്ഷം കൊടുത്തോണ്ടുള്ളാറ്. ഞാൻ വിചാരിച്ചേ 1 ലക്ഷം പോലീസ് കൊടുക്കുമ്പോൾ 50,000 നായികെങ്കിലും കൊടുക്കന്തല്ലേ? നായല്ലേ ഇവിടെ ഏറ്റവും വലിയ നേതാവ് ലീഡർ? നായല്ലേ തെളിയിക്കൂ? കാരണം അത്രയും വലിയ മണത്ത് ശക്തി അത് കൊണ്ടല്ലേ. പക്ഷേ സഹോദരന്മാരെ, ഈ നായിടെ കൊണ്ടും ഇങ്ങനെ ആക്വാട്ടത് ഈ അക്കലും ചൊല്ലെ ബുദ്ധി കൊണ്ട് മനുഷ്യനവിടെ ജയിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ള എല്ലാ ജീവികളെയും ജയിക്കൂ. മനുഷ്യക്ക് ബുദ്ധി കൊണ്ട് സാധ്യമാവൂ. ഞാൻ ചൊന്നു വന്നുകൊണ്ടുള്ളേ അള്ളാഹുടെ മനസ്സിലാക്കൂ. എന്റെ ഈ ബുദ്ധി ഞാൻ യൂസാക്കണു. ലോകത്തുള്ള മുഴുവൻ അടയാളങ്ങളെ കണ്ടിട്ട് ഇതിന്റെ ബാക്കിലുള്ള ഒരു ശക്തിയുണ്ട്. പടച്ചോനുള്ളാൻ ചൊന്നിട്ട് അറിയൂ എന്നെ കൊണ്ട് സാധ്യമാവണു. ഒരു നാൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബഹി നിസ്കാരത്തിക്ക് വിളിക്കൂ. ബിലാൽ റളിയല്ലാഹു അൻഹു ഔത്തുക്ക് പോയോണ്ടുണ്ട്. അങ്ങനെ പോകുമ്പോ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുൽപുട്ടുകൊണ്ടുണ്ട്. ഭയങ്കര കരച്ചിലാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചൊന്തു നിസ്കാരത്തിക്ക് നേരായിട്ട് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇണ്ട് ജാവുക ഒരു ആയത്തിറങ്ങിയത്. ആ ആയത്തിൽ ചിന്തിക്കാത്തവണുകാണ് നാശം. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. അത് വെറും ഓതര മാത്രം, ആൽച്ചനാക്കില്ല, ചിന്തിക്കില്ല. ഖുർആൻ ഓതരത് മാത്രം, അതിൽ അർത്ഥങ്ങൾ ചിന്തിക്കില്ല, ആൽച്ചനാക്കില്ല. അവനുക്ക് നാശാണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു എന്താണ് ഇണ്ട് ജാവുക ഇറങ്ങിയെങ്കിൽ തായത്ത് കൊണ്ടുണ്ട ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. സുബൈക്ക് എഞ്ചപാടെ കൈകൾ കടാട്ടി മുന്നുൽ ബ്രഷാക്കടാട്ടി മുന്നുൽ മേൽഭാഗം നോക്കി ചൊല്ലു സുന്നത്തായെത്താണിത്. മദീനത്തെ ഗുഡിസളുടെ ഉൾഗതിച്ചിട്ട് സുബൈക്കെഞ്ചപാട് ലോകത്തെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതിയോണ്ടിന്ത്. എന്താണ് ആയത്തിൽ ചൊല്ല്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. സുബൈക്കെഞ്ചപാട് റബ്ബുടെയാണ് നെനപ്പായോണ്ടുള്ളേ. ഈ കാണ്ടെങ്കത്തെ ആകാശങ്ങളെ പഠിച്ചവൻ ആരാണ്? ഈ കാണ്ടെങ്കത്തെ ഭൂമിയെ പഠിച്ചവൻ ആരാണ്? ഇതിനെ ಬಗ್ಗೆ ഞാൻ ചിന്തിക്കുമ്പോ ആൽച്ചനാക്കുമ്പോ നന്റെ വാക്കിൽ ഏറ്റവും വലിയൊരു ശക്തി ഉണ്ടോണ്ട് നമുക്ക് മനസ്സിലാക്കൂ സാധ്യാവുടല്ലേ. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്, ആകാശാൻ ചൊല്ലത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ആകാശത്തിൽ എന്തെല്ലാമാണ് പഠിച്ചോൻ നിശ്ചയിച്ചു വെച്ചത്. വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബീഹ് വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ വഅഅതദ്നാ ലഹും അദാബസ് സഈർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാം ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങളെ കൊണ്ട് ചന്താക്കിയെങ്കത്തു റബ്ബുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി. കോടിക്കണക്കിൽ നക്ഷത്രങ്ങളാണ് അതിലുള്ളത്. എങ്കിൽ ശാസ്ത്രം ചൊല്ലു അതുപോലത്തെ കോടിക്കണക്കിൽ ഗാലക്സി
വേലച്ചിങ്ങമേ ഉണ്ടുണ്ടാ ചൊന്നോണ്ടുള്ളേ ലോകത്ത് ആകാശത്തെ ಬಗ್ಗೆ ഈ കാണ്ട പ്രപഞ്ചത്തെ ಬಗ್ಗೆ ശാസ്ത്രജ്ഞന്മാർ ഒരു 97% കണ്ടുപിടിച്ചിരിക്കുവാറത്തെ ഇനിയും ധാരാളം കണ്ടുപിടിക്കൂ ബാക്കിയാണ്. ഈ കാണ്ട ആകാശത്തെ പഠിച്ചവൻ ആരാണ്? ഈ എത്രയും വലിയ പന്തൽ ഞങ്ങളെ മേൽ ഉണ്ടാക്കിയവൻ ആരാണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിഗൈരി അമദിൻ തറൗനഹ, ആകാശം ഏറ്റവും വലിയ പന്തലല്ലേ, ഒരു തൂണ് പോലും കാണില്ലേ, ഒരു കുന്തം പോലും കാണില്ലേ. ഇതില്ലാണ്ട് ഇതിനെ ഉണ്ടാക്കിയവൻ ആരാണ്? ഇവിടെ 3 നാളത്തെ പ്രോഗ്രാമുകൾ വേനായിട്ട് ഒരു ചെറിയ ഒരു നിങ്ങ സാമിയാനിടുമ്പോ എത്ര കുന്താണ് കണ്ടുകൊണ്ടുള്ള അഞ്ഞല്ല കുന്ത. ഇതിക്ക് എന്തെങ്കിലും ഒരു ബാലിക്ക ഉണ്ടാ, ഒരു കാത്തു വന്നെങ്കിൽ ഇത് മറിഞ്ഞു വീണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ചെറിയ ഒരു പന്തലിടുമ്പോ അതിക്ക് എത്ര തൂണിടണോ നങ്ങ പോവട്ട് നങ്ങ ഏറ്റവും നല്ലൊരു അവകെട്ടിയാണ്ട് വിചാരിക്ക. എഞ്ചിനീയറൊട്ട് പോയി കേൾക്കുമ്പോ അയാൾ ചൊല്ല 50 വർഷത്തെ ആയുസാണ് ഈ ഔത്തുകൊള്ളേ. എങ്കിൽ ഈ ആകാശം ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായിട്ടല്ലേ? ഒരു ബിൽഡിങ്ങിടെ ഉൾക പോകുമ്പോ നിനക്ക് പേടിയാവിടെ നിന്റെ തലയുടെ മേലിൽ വീഴുവാൻ, അവിടെ തെച്ചിട്ടിക്കുമ്പോ നിനക്ക് പേടിയായിട്ടുണ്ട് അത് കീഴ് വീഴുവാൻ ചൊല്ല പേടി. എങ്കിൽ എത്ര കാലായിട്ട് റോട്ടിലൂടെ ഞാൻ നടന്നുകൊണ്ടുള്ളേ, നിന്റെ മേലിൽ പ്രവിശാലമായ ആകാശമാണ്. ഇന്നുവരെ നിനക്ക് പേടിയായിട്ടില്ല നിന്റെ തലയുടെ കീഴ് വീഴുവാൻ. ഖുർആനിൽ അല്ലാഹു കേട്ടോണ്ടുള്ള നീ ഒന്ന് ആകാശത്ത് നോക്കല്ലേ. എല്ലാ നാളിലും ഓതനായ ഒരു സൂറത്തുണ്ട്, മുൽക്ക് സൂറത്ത്, സൂറത്തുൽ മുൽക്ക് സൂറത്ത്. ഒരാൾ എപ്പോഴും ഓതിയെങ്കിൽ തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയുടെ തൊട്ട് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നുകൊണ്ടുണ്ട്. 30 ആയത്തുള്ളെങ്കത്തെ മുൽക്ക് സൂറത്ത് എല്ലാ നാളിലും ഞങ്ങൾ ഓതിയെങ്കിൽ ഖബർ ശിക്ഷയുടെ തൊട്ട് രക്ഷപ്പെടുകയുള്ളൂ. അതിൽ അല്ലാഹു ചെന്നുകൊണ്ടുള്ള ഫർജഇൽ സുമ്മർജഇൽ ബസറ കറതൈൻ, നീ ഓർക്ക നോക്കൂ, ആകാശത്ത് എവിടെയെങ്കിലും ഗ്യാപ്പ് കണ്ട, ആകാശത്തിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് കണ്ട. ഞങ്ങൾ ഒത്ത മങ്ങിലത്ത് കൊമ്പന്നിട്ടെങ്കത്ത പന്തൽ അവനിട്ട് പോയിട്ടിക്കട ഞങ്ങൊന്ന് ഇരിഞ്ഞിട്ട് നടക്കുമ്പോ എത്ര കൊറത്ത് ഞങ്ങൾക്ക് ചെല്ലുകൊണ്ടു, എത്ര ന്യൂനത്തെ ചെല്ലുകൊണ്ടു. ഇനി മല ബന്ധങ്ങളും ധൈര്യമല്ല, ഉൾക തണ്ണി വണ്ട് വെയിൽ ബന്ധങ്ങളും ധൈര്യമല്ല, വെയിൽ ഞങ്ങൾക്ക് കാഞ്ഞോണ്ടുണ്ടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ ആധികാരികമായി അള്ളാഹു കേട്ടോണ്ടുള്ള നീ ഒന്ന് ആകാശത്ത് നോക്കൂ, ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ട ഓർക്ക നോക്കിയിട്ട് വയ്യായില്ലെങ്കിൽ ഇനി ഓർക്ക നീ നോക്കൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നോക്കിയിട്ട് ന്യൂനത്തെ ചൊല്ലുക നിന്നെ കൊണ്ട് സാധ്യയില്ല. നിന്റെ കണ്ണെ സോത്തുട്ടു നിന്റെ മുന്നിൽ വണ്ടി അല്ലാണ്ട് പഠിച്ചുകൊണ്ട് സെറ്റിപ്പുള്ള ഒരു കുറവും ചൊല്ലുക സാധ്യയില്ല. അതാണ് ഞാൻ ചൊന്നേ, ഈ കാണെങ്കത്തെ ആകാശങ്ങളെ പഠിച്ചെങ്കത്തൊരു റബ്ബുള്ള, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഭൂമിയുടെ പഠിച്ചെങ്കത്തൊരു റബ്ബുള്ള. ഒരു ഗണ്ടക്ക് 1600 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കത്തെ ഭൂമി ലോകത്തെന്തൊരു അത്ഭുതമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഭൂമിയുടെ ಬಗ್ಗೆ ഗോളാകൃതിയിലുള്ള ഭൂമി ഉണ്ടാണ് ഞങ്ങൾ ചൊല്ലേ. പക്ഷേ ഖുർആനിൽ പല പക്ക ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിൽ പോലെ ആക്കില്ലേണ്ട അള്ളാഹു ചെന്നുകൊണ്ടുള്ള ഗോളാകൃതിയിലുള്ള ഭൂമി. ഈ ഭൂമി ഒരു ഗണ്ടക്ക് 1600 കിലോമീറ്റർ സ്പീഡിൽ ഞങ്ങളെ എടുത്ത് സഞ്ചരിച്ചുകൊണ്ടുണ്ടായെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ആയിടാ, ഞങ്ങൾ ആടിയോണ്ടുള്ളാമാ, കുലുങ്ങിയോണ്ടുള്ളാമാ. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചില്ലേ ഭൂമി ഇത്രയും സ്പീഡ് ഓടൂ, ഇതുണ്ടാക്കിയ റബ്ബാണ്. ഒരു ചലനവുമില്ല, ഒരു പ്രയാസവുമില്ല. 60 കിലോമീറ്റർ സ്പീഡ് ഒരു ഗണ്ടക്ക് ഓടരെങ്കത്ത ബസ്സുലു എല്ല് കൈവിട്ടിട്ടു ഞാൻ നിന്റെ നാണഞ്ഞ കീലിക്കുവേ. എന്റെ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടരെങ്കത്ത ബസ്സുൽ നന്റെ കൊണ്ട് ശരിയായിട്ട് നിൽക്കൂ സാധ്യയില്ലാണ്ടായെങ്കിൽ ഗണ്ടക്ക് 1600 കിലോമീറ്റർ ഒരു സൂപ്പർ സോനിക് വിമാനവും അങ്ങനെ ഇല്ലാണ്ട് വിചാരിക്കാം. അത്ര ഫാസ്റ്റ് വിമാനം കണ്ടുപിടിച്ചിട്ടാണെന്ന് ഗൊന്തില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്രയും ഫാസ്റ്റ് ഈ ഭൂമി ചലിച്ചോണ്ടുണ്ടോ ചെല്ലുമ്പോ നക്ക് കൊന്തായോണ്ടേയില്ലേ, ഒരു ചലനവുമില്ലേ, ഒന്നുമായോണ്ടില്ലേ. ഇതാരാണ് നിയന്ത്രിച്ചുകൊണ്ടുള്ള? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ് ധാരാളം ചൊന്നുകൊണ്ടുള്ള. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ജാവായോണ്ടുണ്ടു പോലായോണ്ടുണ്ടു ഞങ്ങൾ ആൽച്ചനാക്കിട്ടേയില്ലേ. സുബൈ 6 ഗണ്ട ആവുമ്പോ സൂര്യൻ ഉദിച്ചോണ്ടുള്ള ഈ സൂര്യൻ ബറുവാൻ ചൊല്ലുന്ന ടെൻഷൻ ആണ് ആക്കണമെങ്കിൽ തകത്തിയില്ലേ. അതേ സമയത്ത് നണ്ടൗത്തുൽ ജാവ് കറണ്ട് ബറുവാൻ ചൊല്ലുന്ന ടെൻഷൻ ആണ് ആക്കണോടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂര്യൻ പോയോണ്ടുണ്ടു, സൂര്യൻ വന്നോണ്ടുണ്ടു, ഇന്നുവരെ ഞാനൊരു ടെൻഷൻ ആക്കിയിട്ടേയില്ല. ഈ ലോകത്ത് കണ്ടെങ്കത്തെ സൂര്യൻ ജ്വലിച്ച് നിൽക്കണമെങ്കത്തെ സൂര്യൻ അത് നക്കെല്ലാ നാളിലും ലൈറ്റ് തന്നോണ്ടുണ്ടു. ഇന്ത്യ വരെ സൂര്യയുടെ പ്രകാശത്തിന് വേനായിട്ട് ഒരു ഓഫീസിൽ പോയിട്ട് 100 രൂപ ബില്ലടിക്കണമെങ്കിൽ അകത്യം വന്നിട്ടില്ലേ. നണ്ടൗത്തുൽ കറണ്ട് ഇപ്പൊ ചിലപ്പോ കറണ്ട് ഫ്രീ ആയിട്ടിരിക്കൂ. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു തിങ്കൾ കറണ്ട് ബില്ല് കെട്ടിയില്ലാണ്ടായെങ്കിൽ അവൻ വേണ്ട ഔത്ര ഫീസ് അങ്ങ് ഊരിയോണ്ട്
പോകണ്ട, അത് ആയിരക്കണക്കിൽ ബില്ല് ഞാൻ കെട്ടണു, ജാവൂർ അല്പസമയം ഇക്കടെങ്കത്തെ കറണ്ട് എങ്കിൽ ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് നക്ക് 37-38 വർഷമായിട്ട് ഉണ്ടായെങ്കിൽ, 50 വർഷമായിട്ട് ഉണ്ടായെങ്കിൽ, 100 വർഷമായിട്ട് ഉണ്ടായെങ്കിൽ, അണ്ട് മുതൽ ഇന്ന് വരെ പകൽ സമയങ്ങളിൽ എത്ര ഗണ്ട സൂര്യയുടെ വിളക്കു ഞാൻ അനുഭവിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് 100 രൂപ ബില്ലടിച്ച ചരിത്രങ്ങളുണ്ടാ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാണ്ട സൂര്യയുടെ നക്ക് കീഴ്പ്പെടുത്തി തന്ന നന്റെ റബ്ബാണ്. ഇതൊരു പ്രവിശാലമായ ലോകമാണ്. പ്രപഞ്ചത്തെ ಬಗ್ಗೆ മാത്രം ആലോചനാക്കുമ്പോ അത്ഭുതങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടലിലെ സൈഡിൽ പോണൂന്ന് ചൊന്തു എന്തിനാണ്? അവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ട് അനൈതികത്താക്കണുണ്ടല്ല ചൊന്നുകൊണ്ടുള്ളേ, അവിടെ പോയിട്ട് ഇങ്ങനെ എന്തോ വേണ്ടാത്തരങ്ങളാക്കണുണ്ടല്ല. പ്രവിശാലമായി കണ്ണെത്താ ദൂരത്തിൽ കിടന്നിട്ടുള്ളെങ്കത്തെ ഈ കടൽ, ഇതിനെ ആരാണ് പഠിച്ചത് റബ്ബേ? ഇതിനെ ഗുണ്ടിയെടുത്തത് ആരാണ്? ഇതിനെ ഇത്രയും വലിയ തണ്ണി നിറച്ചു വെച്ചവൻ ആരാണ്? നന്നെ കൊണ്ട് എന്തെങ്കിലും സാധ്യമാ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ ഉസ്താദ് ചെന്നില്ലേ, നന്റെ തലയുടെ മുടി വളർത്തുണ്ടായെങ്കിൽ അത് കറുത്തിട്ടേ നിക്കണോന്ന് ചൊല്ലെങ്കി അധികാരം നക്കില്ലേ? പോവട്ടെ, ഇന്ത്യത്തെ പ്രസിഡന്റ് ഇല്ലേ, ഇന്ത്യത്തെ PM ഇല്ലേ, അവണു ഈ റായത്ത് ഇറങ്ങണെങ്കത്തെ എല്ലാ ബസ്സും ഒരു ബസ്സും റോഡിൽ ഇറങ്ങുക തീരാൻ ചൊന്നിട്ട് വേണമെങ്കിൽ നിയമം പാസാക്ക. പിത്യാണ്ട് ഒരു ബസ്സും റോഡിൽ ഇറങ്ങല. എന്തേ? ഇന്ത്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ചൊന്നരെ. അതേ സമയത്ത് നക്കൊരു പല്ല് നൊമ്പല വരുമ്പോ പ്രൈം മിനിസ്റ്റർക്ക് പാസ്സാക്കുക സാധ്യയില്ല. നക്ക് പല്ല് നൊമ്പല വേണ്ടാൻ ചൊന്നിട്ടു ഒരാൾക്കും ചൊല്ലുക സാധ്യയില്ല. റബ്ബുൽ ആലമീനായ അല്ലാഹു ആണ് ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടുള്ള. തന്റെ ഊണും തടയുടെ ഊണും റബ്ബ് മാത്രമാണ്. ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തി അലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. നീ തന്നതിരെ തടയോ ഒരാൾക്കും സാധ്യയില്ല, നീ തടഞ്ഞതിരെ തർന്നു ഒരാൾക്കും സാധ്യയില്ല. ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ അടയാളങ്ങൾ പടച്ചോൻ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ള ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കിടങ്കത്തെ ആൾമാർക്ക് വലിയ പാഠമുണ്ട് ഖുർആൻ ചൊല്ലെ. എന്നിട്ട് സുബൈക്ക് എഞ്ച പാഠ ചെല്ലണു, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില. നീ ഇതൊന്നും ബാത്തിലായി പഠിച്ചതല്ല റബ്ബേ, നിന്റെ ಬಗ್ಗೆ ആൽച്ചനാക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് നീ ചൊല്ലെങ്കത്തൊരു സത്യത്ത് എത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ഗട്ടിയുള്ളെങ്കത്തെ ഭൂമിയാവട്ട്, ആ ഭൂമിയുടെ ഉൾക ഒരു ധാന്യം നങ്ങ വെച്ചാണ്ടായെങ്കിൽ എത്ര സലീസായിട്ടാണ് ആ ഭൂമിയുടെ പൊട്ടുവാട്ടിട്ട് ആ സസ്യം പുറത്തു വന്നുകൊണ്ടുള്ളേ അല്ലെ? പുറത്തു വന്ന് നോക്കുമ്പോ ആ സസ്യം എത്ര സപ്പുറാണ്. ഇങ്ങനാക്കിയെങ്കിൽ അത് കട്ടായിട്ട് പോണ്ടു. ആ സമയത്ത് ആ ഭൂമിയുടെ അത് പൊട്ടുവാട്ടിട്ട് പുറത്തു വന്നത്. ഇനി അതേ സസ്യത്തെ രണ്ടാമത് ഭൂമിയുടെ ഉൾക കടത്തുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കാതെ അത് പൊളിഞ്ഞിട്ട് പൊട്ടിട്ട് പോകും. ഇതിരെ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ പൊട്ടി മുളപ്പിക്കണമെങ്കിൽ റബ്ബ് വല്ലാഹു അംബതക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നുകൊണ്ടുള്ള മുളപ്പിക്കുന്നതും എല്ലാം റബ്ബാണ്. അമ്മയതസാഅലൂന സൂറത്തൊന്ന് ഫസ്റ്റ് പിടിച്ച് ലാസ്റ്റ് തോലെ ഓതി നോക്കണു. അല്ലാഹു തന്നെങ്കിൽ അത്ഭുതങ്ങളെ ಬಗ್ಗೆ അതിൽ ചെല്ല. വൽ ജിബാല ഔതാദ 1600 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കണമെങ്കിൽ ഭൂമിക്ക് നല്ല ആണിയടിച്ച് വെച്ചിര പഠിച്ചോൺ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണിയാക്കി വെച്ചിര്. അതുകൊണ്ട് പർവ്വതങ്ങളെ നശിപ്പിക്കുക തീറ, അരണ്യം നശിപ്പിക്കുക തീറ, കാട് നശിപ്പിക്കുക തീരാൻ ചൊല്ലത് പരിശുദ്ധമായ ഖുർആനാണ്. പരിസര ശാസ്ത്രത്തെ ಬಗ್ಗೆ വാഴ ചൊല്ലണമെന്ന് ചൊന്നെങ്കിൽ മണിക്കൂറുകളോളം വാഴ ചൊല്ലുക സാധ്യമാണ്. ചൊന്നത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്തെ ഏത് ശാസ്ത്രത്തെ ಬಗ್ಗೆ നിങ്ങൾ ചെല്ലാറാ നന്നൊട്ടിಗೆ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറിയ അറിവ് വെച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ എല്ലാ ശാസ്ത്രങ്ങളെയും മണിക്കൂറുകളോളം സംസാരിക്കുക സാധ്യമാണ്. എന്തുകൊണ്ടു? ഇത് ചൊന്നവണു പഠിച്ചോനാണ്. ഇക്കട്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആ റബ്ബ് കാണും അടങ്ങനായി ഞാൻ ചെന്ന് വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടുക ദൈവമില്ല ചെല്ലുമ്പോ അടയാളങ്ങളെ കണ്ടിട്ട് റബ്ബുടെ മുട്ട എത്തുക നല്ല കൊണ്ട് സാധ്യമാവണം, അല്ലാഹുടെ മുട്ട എത്തുക സാധ്യമാവണം. അങ്ങനെ എത്തിയെങ്കെത്ത മഹാന്മാരെ തിങ്കളാണിത്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ആൾമാർ ഈ അടയാളങ്ങളെ ചിന്തിച്ചപ്പ അങ്ങ് ദുനിയാവുടെ അങ്ങ് വിട്ടുപോയാർ. ദുനിയാവുടെ ചിന്തിക്കുക അങ്ങ് ടൈം വന്നില്ലേ? അതുകൊണ്ട് അങ്ങ് ചെന്നാറ്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. എങ്ങനെയാണ് സ്നേഹിക്കണമെങ്കിൽ ഒരാൾക്ക് ഉറങ്ങുക സാധ്യ? സുബൈക്ക് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോ ഞാൻ 8 ഗണ്ട തോലെ ഉറങ്ങുക എങ്ങനെയാണ് സാധ്യം? ഈ വർക്ക് തന്നവണു, ആരോഗ്യം തന്നവണു, നക്കെല്ലാം തന്നവണു, ശ്വാസം തന്ന റബ്ബ് ഈ സെക്കൻഡിൽ വരെ ശ്വാസം തന്നുകൊണ്ടുള്ള ഒരു 5 പൈസ കൊടുക്കണമെങ്കിൽ തകത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ശ്വാസം നക്ക് തന്നെങ്കിൽ റബ്ബു അല്ലെ? ദുനിയാവിൽ ഏതെങ്കിലും ഒരു രാജകീയ പക്ഷത്തവണോ ശ്വാസം തണ്ടായെങ്കിൽ അവന്റെ ഔദാര്യം കൊണ്ട് നാണ് ജീവിക്കൊണ്ടുണ്ടായെങ്കിൽ
ഇവിടെ എത്ര ആൾമാർ ചത്തുപോകത്താറ് അല്ലേ? ഒരു പക്ഷത്തൗണാണ് ഗവൺമെന്റ് ഭരിക്കണമെങ്കിൽ ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് ശ്വാസത്തുക്ക് വായു തന്നെ ഉണ്ടായെങ്കിൽ അവന്റെ എതിർപക്ഷത്തിലുള്ള ആൾമാർക്ക് എന്തും അവൻ ഗ്യാസ് കൊടുക്കലന്ത് വായു കൊടുക്കലന്ത് നിങ്ങൾ എല്ലാവരും ചത്തുപോറും ചെല്ലത്താറ്. ഒരു പെട്രോൾ പമ്പിലും അത് കിട്ടാലന്ത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിരകത്യമേ ഇല്ല. എല്ലാ സെക്കൻഡിലും ശ്വാസം എടുക്കുക ഓടു, വായു നൊക്കെ എടുക്കുക ഓടു. ഇങ്ങനെ നിഅമത്തുകളെ കൊണ്ട് നിറച്ചെങ്കത്തെ റബ്ബ് നിന്റെ ശരീരത്തെ ಬಗ್ಗೆ മാത്രം ചിന്തിച്ചെങ്കിൽ ആ റബ്ബുടെ മുട്ട എത്തകൂ. ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പോൾ തങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങളെ വേദിക്ക് വന്നിരുന്ന ഞാൻ ഇനി ആരെ ചെല്ലില്ല, കുറച്ച് നേരം ചെല്ലൂറുകൊണ്ട് അങ്ങ് ചെന്നേക്ക് ഞാനിപ്പം നിപ്പാട്ടറിൽ ഇന്ന് അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഇനിയൊക്കെ നമുക്ക് സംസാരിക്കാം. വല്ലാത്തൊരു വിഷയമാണ്. അള്ളാഹുടെ വക അറിയൂ, അവൻ്റെ മുട്ട എത്തകൂ. ഞങ്ങൾ മണിക്കൂറുകളോളം ചൊല്ലത്, തങ്ങ ഒരു 5 മിനിറ്റ് ചൊല്ലത്, അത് ഞങ്ങൾ ചൊല്ലതിരാട്ടി വാല്യൂ തങ്ങൾ ചൊല്ലത് കാണും. ഞങ്ങൾ 5 ഗണ്ട ചൊല്ലതും ബഹുമാനപ്പെട്ട സയ്യിദ് 5 മിനിറ്റ് ചൊല്ലതും അത് ചെമ്മ വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അൽഹംദുലില്ലാ തങ്ങൾ ഇണ്ട് കൂടെ എത്തലാണ്ട് എത്തണൂന്ന് ചൊല്ല ആശ നങ്കിന്ത് അയങ്കും ഞങ്ങൾക്ക് ധൈര്യം ഇല്ല. എന്തെങ്കിലും ചൊന്നെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ജാമിയ സഅദിയ അറബിയാൻ ഏറ്റവും വലിയ സ്ഥാപനം കാസർഗോഡ് ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമ MA ഉസ്താദ് സ്ഥാപിച്ചെങ്കത്തെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നെങ്കത്തെ ആ സ്ഥാപനത്തെ അജയ്യരായ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ. വലിയ വ്യത്യസ്തമായ പരിപാടികൾ, അതുപോലെ വലിയ ബിസി ഷെഡ്യൂൾഡ് ഇടയിൽ ഒരു കുറച്ച് നാളാണ്, ഒരു വാരം മാത്രം, ഒരു വാരവുമില്ല, അതിനിടയ്ക്ക് ഇത്രയും ദൂരം യാത്രയാക്കിയിട്ട് തങ്ങൾ വന്നത് ഞങ്ങളെ വലിയ സൗഭാഗ്യം ചൊല്ലണത്തരെ. അൽഹംദുലില്ലാ, അള്ളാഹു തങ്ങൾക്ക് വലിയ ആഫിയത്തുള്ള ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ നേതൃത്വം ദീർഘകാലം അള്ളാഹു ഞങ്ങൾക്ക് കണ്ടനുഭവിക്കൂ, തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ അണ്ടറിൽ ഞങ്ങളെ പിറകത്ത് നിണ്ട് ദീനുകവേനായിട്ട് ഇഖ്ലാസോടെ ഖിദ്മത്താക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ചൊന്നിട്ടു ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.